നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 79ാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. മനുഷ്യമനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യയുടെ അടിത്തറയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമം ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി ദേശീയ പതാക ഉയർത്തി. ചെങ്ങന്നൂർ റവന്യൂ ടവറിന്റെ നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 79ാമത് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. ജാതിമത വേർതിരിവുകൾക്ക് അതീതമായി മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിന്റെ അടിത്തറയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങൾ പരിരക്ഷിച്ചു ശക്തിപ്പെടുത്തി നാം മുന്നോട്ടു പോകണം. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷമാകുന്ന ഈ വേള ഒരു ചെറിയ കാലയളവല്ല. ഒരു രാഷ്ട്രത്തെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും രാഷ്ട്രീയ ഇച്ഛാശക്തിക്കനുസരിച്ച് മാറ്റിയെടുക്കാനുള്ള മതിയായ കാലയളവാണ്. ഒരുപാട് കാര്യങ്ങളിൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പല മേഖലകളിലും നേട്ടമുണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്നാൽ ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ മറ്റു തലങ്ങളെക്കുറിച്ച് നാം വിസ്മരിച്ചുകൂടാ. അവയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പ്രേരകമാകണം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങ്. ഒരു വൈജ്ഞാനിക സമൂഹവുമായി കേരളത്തെ പരിവർത്തിക്കാനുള്ള ദൗത്യം നാം ഏറ്റെടുത്തിരിക്കുന്ന ഘട്ടമാണിത്. ഒരു പക്ഷത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും മറുവശത്ത് ഭാവി കേരളം കെട്ടിപ്പടുക്കുന്നതും തുടങ്ങിയ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും പ്രതിജ്ഞ ചെയ്യേണ്ട സന്ദർഭം കൂടിയാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം MSP മൈതാനത്ത് മന്ത്രി കെ രാജൻ, കൊല്ലം ആശ്രാമം മൈതാനത്ത് മന്ത്രി V ശിവൻകുട്ടി, പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജ് ഗ്രൗണ്ടിൽ മന്ത്രി വീണ ജോർജ്, ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ മന്ത്രി സജി ചെറിയാൻ, കോട്ടയം പോലീസ് പരേഡ് മൈതാനിയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി, ഇടുക്കി IDA ഗ്രൗണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ, എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് മൈതാനത്ത് മന്ത്രി P രാജീവ്, തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മന്ത്രി R ബിന്ദു, പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി MB രാജേഷ്, കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ്, വയനാട് SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി OR കേളു, കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനത്ത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കാസർഗോഡ് വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ മന്ത്രി K കൃഷ്ണൻകുട്ടിയും പതാക ഉയർത്തി. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനവും വോട്ടർ പട്ടികയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ. 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യ മറ്റു ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാകുന്നത് ജനാധിപത്യ സംവിധാനത്തിന്റെ ശക്തമായ അടിത്തറയിലാണ്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യവും കുറ്റമറ്റതും നീതിപൂർവകവുമായിരിക്കണമെന്നത് ഭരണഘടനയിൽ അനുശാസിക്കുന്നുണ്ട്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന മഹത്തായ പ്രക്രിയയാണത്. എന്നാൽ വോട്ടർ പട്ടികയിൽ തന്നെ അട്ടിമറികൾ നടത്താനും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ചമച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ വികലമാക്കാനും ശ്രമിക്കുന്നവർ ആത്യന്തികമായി വെല്ലുവിളിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മഹത്തായ ഭരണഘടനയെയും പവിത്രമായ ദേശീയതയുമാണ്. തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ അട്ടിമറിക്കാനുള്ള വ്യാമോഹം ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒട്ടും സ്വീകാര്യമല്ലെന്നും അത് അനുവദിച്ചു കൊടുക്കാനും കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. വിഭജനത്തിന്റെ ഇരുണ്ട രാത്രികളെക്കുറിച്ചല്ല, സ്വാതന്ത്ര്യത്തിന്റെ ഉജ്ജ്വല പ്രഭാതങ്ങളെയാണ് നാം സ്വപ്നം കാണേണ്ടത്. ആവേശകരമായ ആ പ്രഭാതങ്ങളിലേക്കാണ് നാം ഉണരേണ്ടത്. ദൗർഭാഗ്യകരമായ വിഭജനത്തിന്റെ ഇരുണ്ട രാത്രിയിൽ
ചോരയും കണ്ണീരും വിയർപ്പും വീണ മണ്ണിൽ നവഖാലിയുടെ തെരുവുകളിൽ നഗ്നപാതനായി ശാന്തി സന്ദേശവുമായി നടന്നുപോയ ഗാന്ധിജി ഊന്നിപ്പറഞ്ഞത് വിഭജന ഭീതിയെക്കുറിച്ചല്ല, ഒന്നും മാറ്റിവെക്കേണ്ടതായിട്ടില്ല എന്നും വീണ്ടും നാം വൈരുദ്ധ്യങ്ങളെക്കുറിച്ചല്ല, വൈവിധ്യങ്ങളിലും വൈജാത്യങ്ങളിലും സൂക്ഷിക്കേണ്ട ഏകത്വത്തെയും സഹിഷ്ണുതയെയും സാഹോദര്യത്തെയും കുറിച്ചാണ് സംസാരിക്കേണ്ടത് എന്നുമാണ്. ആ ശാന്തി മന്ത്രം എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ളതാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇന്ത്യയായി നിലകൊള്ളുന്നത് വിവിധ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ജീവിത രീതികളുടെയും സമ്പന്നതയിലാണ്. സഹിഷ്ണുതയും പരസ്പരാശ്രിതത്വവും നമ്മുടെ പ്രത്യേകതകളാണ്. മതമുള്ളവരെയും മതമില്ലാത്തവരെയും നിറമുള്ളവരെയും ഇല്ലാത്തവരെയും ദരിദ്രരെയും സമ്പന്നരെയും എല്ലാം വിവേചനങ്ങൾക്ക് അതീതമായി ഉൾക്കൊള്ളുന്നതിനുള്ള വിശാലതയാണ് നമുക്ക് ദേശീയത. സങ്കുചിതവും പ്രാകൃതവുമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേശീയതയെ നിർവചിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ ആത്യന്തികമായി ചെയ്യുന്നത് ദേശദ്രോഹമാണെന്നും മന്ത്രി പറഞ്ഞു. ഏതു മതവിശ്വാസികൾക്കും മതരഹിതമായി ജീവിക്കുന്നവർക്കും ഇന്ത്യയിൽ സ്വതന്ത്രമായി ജീവിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും മതനിരപേക്ഷത എന്ന ഉറപ്പ് അനിവാര്യമാണ്. ആ ഉറപ്പില്ലാതായാൽ മതത്തിന്റെ പേരിലുള്ള ആൾക്കൂട്ട വിചാരണകളും ആക്രമണങ്ങളും ക്രൂരമായ നരഹത്യകളും വർദ്ധിക്കുന്നതിന് ഇടയാകും. അങ്ങനെയൊന്ന് സംഭവിക്കാതിരിക്കാൻ ഭരണഘടനയുടെ അന്തസ്സത്തയെ സംരക്ഷിച്ചേ മതിയാകൂ. ചില പ്രത്യേക താല്പര്യങ്ങൾ കടന്നുവരികയും ഫെഡറലിസത്തിന്റെ കാതലിന് ക്ഷയം സംഭവിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണ്. തുടർച്ചയായി അവഗണന നേരിടുന്ന ഒരു ഭൂപ്രദേശമായി കേരളം മാറുന്നത് ഫെഡറലിസത്തിന്റെ പരാജയത്തെയാണ് കാണിക്കുന്നത്. ദുരന്തമുഖത്ത് പോലും കേരളത്തോട് തികഞ്ഞ അവഗണന കാണിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്ത കാര്യമാണ്. ചൂരൽമലയിലെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളണമെന്ന ആവശ്യം പോലും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. 2025 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരമാണ് ദുരന്തഭൂമിയിലെ ജനങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം. എന്നാൽ ആ നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള നീക്കം ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും റവന്യൂ മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ മന്ത്രി കെ രാജൻ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് MSP പരേഡ് ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NCC, SPC, സ്കൗട്ട്, ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങളിലായി 37 പ്ലേറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. MSP അസിസ്റ്റന്റ് കമാൻഡന്റ് P. ബാബു പരേഡ് കമാൻഡറായി. MSP സായുധ സേനാ വിഭാഗം ഇൻസ്പെക്ടർ രജിത് കുമാർ സെക്കൻഡ് ഇൻ കമാൻഡറായിരുന്നു. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു. ചടങ്ങിൽ MLA മാരായ P. ഉബൈദുള്ള, TV ഇബ്രാഹിം, മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവർ സംബന്ധിച്ചു. പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത പ്രഭാതഭേരിയും നടന്നു. മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച് MSP പരേഡ് ഗ്രൗണ്ടിൽ സമാപിച്ചു. തിരുവനന്തപുരം പബ്ലിക് ഓഫീസിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ K. മീര ദേശീയ പതാക ഉയർത്തി. MNREGS മിഷൻ ഡയറക്ടർ രഞ്ജിത്ത്, അസിസ്റ്റന്റ് കമ്മീഷണർമാർ, റവന്യൂ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനു S. നായർ ദേശീയ പതാക ഉയർത്തി. കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ 4.25 ലക്ഷം ജനങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കിയതായി റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K. രാജൻ പറഞ്ഞു. ചെങ്ങന്നൂർ റവന്യൂ ടവർ നിർമ്മാണ ഉദ്ഘാടനം താലൂക്ക് ഓഫീസ് അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നടപ്പാക്കിയ ഭൂപരിഷ്കരണ നിയമത്തിലെ ഏറ്റവും പ്രധാന പ്രത്യേകത സാമൂഹ്യ നീതിയിൽ ഉറച്ചുനിന്ന് ഭൂവിതരണത്തിന് നേതൃത്വം നൽകിയെന്നതാണ്. ഈ വർഷം തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടമായ എല്ലാവരെയും പുതിയ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കും. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ കേരളത്തിന്റെ റവന്യൂ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയെന്ന ഏറ്റവും ശ്രമകരവും ശ്രദ്ധേയവുമായ പ്രവർത്തനങ്ങളാണ് വകുപ്പ് നടപ്പിലാക്കുന്നത്. ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്ന റവന്യൂ ടവർ കേരളത്തിലെ മറ്റ് ടവറുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. സമീപകാലത്ത് നിർമ്മിച്ചിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചാണ് ഇതിന്റെ നിർമ്മാണം. വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും അവയെല്ലാം തരണം ചെയ്യാൻ കഴിയുന്ന രക്ഷാപ്രവർത്തന കേന്ദ്രമാകാൻ പുതിയ റവന്യൂ ടവർ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
ചെങ്ങന്നൂർ മണ്ഡലത്തിലെ പട്ടയങ്ങളുടെയും കൈവശരേഖകളുടെയും വിതരണവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. 2 വീതം LA LT പട്ടയങ്ങളും 4 കൈവശരേഖകളുമാണ് വിതരണം ചെയ്തത്. 40 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം ആരംഭിക്കുന്ന പുലിയൂർ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പരിപാടിയിൽ ഫിഷറീസ്, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനായി. നിരന്തര പരിശ്രമത്തിന്റെ വിജയമാണ് ചെങ്ങന്നൂർ റവന്യൂ ടവർ നിർമ്മാണ ഉദ്ഘാടനത്തോടെ യാഥാർത്ഥ്യമായതെന്ന് മന്ത്രി പറഞ്ഞു. RDO ഓഫീസ് റവന്യൂ ടവറിലേക്ക് മാറ്റിയ ശേഷം നിലവിൽ RDO ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്ത് മിനി പാർക്ക് നിർമ്മിക്കും. ഈ സർക്കാരിന്റെ കാലത്ത് എല്ലാ വില്ലേജ് ഓഫീസുകൾക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. ചെറിയനാട് വില്ലേജ് ഓഫീസ് കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ചെങ്ങന്നൂരിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി തീരും. ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, ചെങ്ങന്നൂർ നഗരസഭാ അധ്യക്ഷ ശോഭ വർഗീസ്, KSC MMC ചെയർമാൻ MH റഷീദ്, ADM ആശാസി എബ്രഹാം, ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM സലീം, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വത്സല മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR രാധാബായ്, നഗരസഭാംഗം അശോക് പടിപ്പുരയ്ക്കൽ, RDO TI വിജയസേനൻ, ചെങ്ങന്നൂർ തഹസീൽദാർ അശ്വനി അച്യുതൻ, ചെങ്ങന്നൂർ SROC സാനോ ജോർജ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.